രണ്ട്, പരിശുദ്ധാത്മാവ് നമുക്ക് എന്തിനു വേണ്ടി നമ്മുടെ മേൽ അവൻ പകർന്നിരിക്കുന്നത്? രണ്ട്, to live a successful family life. ആമേൻ. ഹല്ലേലൂയ. ഒരു ശ്രേഷ്ഠകരമായ ജയകരമായ ഒരു കുടുംബ ജീവിതത്തിന് വേണ്ടിയാ ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് പറഞ്ഞിരിക്കുന്നു. ആമേൻ. കുടുംബ ജീവിതത്തിൽ താളം തെറ്റുകൾ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ക്രിയയ്ക്ക് വേണ്ടി നമുക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. എഫേസ്യ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു വേദഭാഗമുണ്ട്. അതിവിടെ സ്വന്തം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ഇങ്ങനെയാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ആത്മാവിൽ നിറയുവിൻ. എഫേസ്യൻ ചാപ്റ്റർ 5 വേഴ്സ് 18. ആത്മാവിൽ നിറയുവിൻ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിൽ നിറയുവിൻ എന്നിട്ട് പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്? ഫോളോയിങ് സം എക്സോർട്ടേഷൻ Paul has given. അവിടെ പൗലോസ് ചില സ്വന്തം നിർദ്ദേശങ്ങള്, ചില പ്രബോധനങ്ങള്, ചില ഇൻസ്ട്രക്ഷൻസ് അവിടെ നൽകുന്നുണ്ട്. അവൻ ആർക്ക് വേണ്ടിയാ? ഭാര്യമാർക്ക് വേണ്ടി. ആർക്ക് വേണ്ടിയാ? ഭർത്താക്കന്മാർക്ക് വേണ്ടി. ആർക്ക് വേണ്ടിയാ? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ആർക്ക് വേണ്ടിയാ? മാതാപിതാക്കൾക്ക് വേണ്ടി. എന്ന് പറഞ്ഞിട്ട് ആത്മാവിൽ നിറയുകയും നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ ജീവിതത്തിന് ഒരു വലിയ വ്യത്യാസമുണ്ടാകും. ആത്മാവിൽ നിറഞ്ഞ ഒരു സഹോദരി ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കും. ദൈവത്തിന്റെ മഹത്വം. ആത്മനിറവുള്ള ഒരു സഹോദരി ഒരിക്കലും ഹല്ലേലൂയ ദൈവസഭയുടെ പല ക്രിസ്തുവെങ്കിൽ, ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന ഒരു പുരുഷനെങ്കിൽ, അവൻ കുടുംബത്തിന്റെ പല പുരുഷനെങ്കിൽ, ആ പുരുഷന് ആത്മനിറവുള്ള എല്ലാ സഹോദരിമാരും കീഴടങ്ങിയിരിക്കും. ആമേൻ. അതുകൊണ്ടാണ് പറയുന്നത്, കുടുംബങ്ങളെ, സഹോദരിമാരെ നിങ്ങൾ ആത്മാവിൽ നിറയണം. ആമേൻ. പല സഹോദരിമാരും ഇവിടെ ഉള്ളവരല്ല. ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛന്റെ കാര്യം പോകാം. അച്ഛൻ ഒരു വാക്ക് പറയാൻ പോലും പിന്നെ പറ്റത്തില്ല. നിങ്ങൾ നേരത്തെ സാധാരണ ഭൂതമാ സ്വന്തം എന്ന് പറഞ്ഞ് അച്ഛനെ കൊണ്ട് അവൻ ഒരു വാക്കും പറയിപ്പിക്കത്തില്ല. ഇത് പകരക്കാലം ആത്മനിറവ് നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിലോ, ആത്മശക്തി നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിലോ, ആത്മാവിന്റെ കൃപ നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിലോ, ഇത് പകരക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു, നീ നിന്റെ ഭർത്താവിനെ കീഴടങ്ങിയിരിക്കും. എത്ര സഹോദരിമാർക്ക് സ്വന്തം പറയാൻ കഴിയും? എത്ര സഹോദരിമാർക്ക് സ്വന്തം പറയാൻ കഴിയും? നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നുവെങ്കിലോ നാം സ്വന്തം പറഞ്ഞേ മതിയായുള്ളൂ. എനിക്കറിയത് പറയുമ്പോ സഹോദരന്മാര് സ്വന്തം കൂടുതൽ പറയാൻ സാധ്യതയുണ്ട്. അവരെക്കാൾ കൂടുതൽ സ്തോത്രം പറയേണ്ടത് നമ്മുടെ സഹോദരിമാർ. എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നവരാ. വർഷങ്ങൾക്ക് മുൻപ് ഒരു കുടുംബത്തോട് സുവിശേഷം അറിയിച്ചു. അവർ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ ഭാര്യയെ കൊണ്ട് ആ ഭർത്താവ് വല്ലാതെ പൊതുവിട്ടിരിക്കുകയായിരുന്നു. തന്റെ ഇടം വലം വിടുവാൻ ഈ സഹോദരി അനുവദിക്കുകയില്ലായിരുന്നു. സംശയ ലോകം അവൻ കഠിനമായി ആ സഹോദരിയെ ബാധിച്ചിരുന്നു. ആ സഹോദരൻ പുറത്തിറങ്ങിയാൽ നോക്കുന്നത് കുറ്റം, അവൻ സംസാരിക്കുന്നത് കുറ്റം, അവൻ വാങ്ങുന്നത് കുറ്റം. അല്പം താമസിച്ചു പോയാൽ നിങ്ങൾ അവിടെ ആയിരുന്നല്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഇങ്ങനെയൊക്കെ പരിശുദ്ധനായ ഈ സഹോദരന്, ഈ സഹോദരി രക്ഷയുടെ വചനം ഓതിക്കൊടുത്തു. അവർ രക്ഷിക്കപ്പെട്ടു. ഈ സഹോദരി ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ വ്യത്യാസം തുടങ്ങി. തന്റെ ഭർത്താവിനെ സമർപ്പിക്കുവാൻ തുടങ്ങി. തന്റെ ഭർത്താവിന് വിശ്വാസം അർപ്പിക്കുവാൻ തുടങ്ങി. തന്റെ ഭർത്താവിനെ സ്നേഹിക്കുവാൻ തുടങ്ങി. സകല ജാലശങ്കകളും പല സംശയങ്ങളും ഈ ഭാര്യയിൽ നിന്ന് നീങ്ങിപ്പോയി. വേണ്ടി കൗൺസിലിംഗ് ഒന്നും കൊടുത്തില്ല. പരിശുദ്ധാത്മാവ് നാം നിറയപ്പെടുമ്പോ നമ്മുടെ ചിന്തകൾക്ക് വ്യത്യാസം വരും, നമ്മുടെ രീതികൾക്ക് വ്യത്യാസം വരും, നമ്മുടെ ഭവനത്തിലെ ഇടപാടുകൾക്ക് വ്യത്യാസം വരും. പരിശുദ്ധാത്മാവ് വരുമ്പോ അവൻ ഭർത്താവിനോട് പറയണ്ട ഭാര്യയെ സ്നേഹിക്കാൻ. അവൻ പറയുന്നുണ്ട്, അവൻ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യയെ കർത്താവിനോട് സ്നേഹിക്കണമെന്നാണ്. ആത്മാവിൽ നിറഞ്ഞ സഹോദരന്മാരെ സംബന്ധിച്ച് ഭാര്യയുടെ നേരെ കൈ ഓങ്ങിക്കൊണ്ട് വരത്തില്ല. അവൻ കഴിഞ്ഞ ദിവസം അവൻ ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ അവൻ ആ ഭവനത്തിന്റെ അച്ഛനോടില്ല. അദ്ദേഹം അല്പം ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ പോക്കറ്റില് 10,000 റിയാലുണ്ടായിരുന്നു. ഒരു ക്രെഡിറ്റ് കാർഡൊക്കെ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു. അവൻ അമ്മ അത് അറിയാതെ ഇത് കഴുകി തേപ്പുകാരന്റെ അടുത്ത് കൊണ്ട് അച്ഛൻ കൊടുക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഇതിനകത്ത് 6,000 റിയാൽ ഒരു കാർഡ് ഉണ്ടെന്ന് അറിഞ്ഞു. അച്ഛന് അവൻ അല്പം പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് മേടിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഞാനും എന്റെ ഭാര്യയും കൂടെ അങ്ങോട്ട് കയറി ചെല്ലുന്നു.
രംഗം ഭയങ്കര ചൂടായിരിക്കുന്ന ഒരു സമയം. നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ചിന്തിച്ച് കർത്താവിൽ ഇറങ്ങി ഓടിയാൽ എങ്ങനെ പറയും? പ്രാർത്ഥിച്ച് പെട്ടെന്ന് രംഗം വിടാമെന്ന് ഞാൻ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. സ്വന്തം അപ്പോൾ അമ്മമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വന്തം എന്നോടല്ല എന്റെ ഭാര്യയോടാ പറഞ്ഞത്. സ്വന്തം അച്ഛാ എനിക്കിപ്പം തന്നാ പോയത്. നിങ്ങൾ വന്നത് നന്നായി തിരിച്ചു വരുമ്പോ അടുത്ത കിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ആരെന്നുള്ളതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആത്മനിറവുള്ള ഒരു പുരുഷനും തന്റെ ഭാര്യ തന്നെ കൈവെക്കത്തില്ല. അവളെ വേദനിപ്പിക്കത്തില്ല, അവളെ സഹായിക്കത്തില്ല. സ്വന്തം സ്നേഹിക്കുവാൻ കാലം അവൻ നിന്റെ അകത്തൊരു ആത്മാവുണ്ടെങ്കിൽ, നിന്റെ അകത്തൊരു ദൈവം കൃപ പകർന്നിട്ടുണ്ടെങ്കിൽ നീ നിശ്ചയമായും നിന്റെ ഭാര്യയെ സ്നേഹിച്ചിരിക്കും. ദേഷ്യം വരുമ്പോ തോന്നിയ വാചകങ്ങളൊന്നും വീട്ടിൽ വിളിച്ചു പറയത്തില്ല. ആത്മനിറവുള്ള സഹോദരന്മാർ, അതാ ഞാൻ പറയും. പല കൈകളിൽ നിന്ന് മകൾക്കാരും സ്വന്തം പോക്കറ്റിൽ ഇടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഭാര്യയ്ക്കെതിരെ ഓങ്ങിയ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇത് മകൾക്കാരും ആത്മാവിൽ തെളിവായി ഞാൻ പറയുകയാണ്. നീ ആത്മാവിൽ നിറയണം. അതിനുവേണ്ടി കുറ്റബോധമുണ്ടായി ക്ഷമിച്ചാൽ പിന്നെയും നിന്റെ കൈ ഉയരും. എന്നാൽ ഈ ആത്മനിറവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, നിന്റെ വായെ നിയന്ത്രിക്കുവാൻ, നിന്റെ കൈയെ നിയന്ത്രിക്കുവാൻ, നിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ പരിശുദ്ധാത്മാവ് നിനക്ക് ദൈവത്തിനും മഹത്വം സ്നേഹിക്കും. മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് ആ വിശ്വം പിള്ളേരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ ആത്മനിറവുള്ള പിള്ളേര് മാതാപിതാക്കളെ എന്ത് ചെയ്യും? അനുസരിക്കുവാണ്. പല പിള്ളേരും ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ടേ പോകത്തുള്ളൂ. സ്വന്തം മരത്തെ കയറാൻ പറഞ്ഞാൽ സ്വന്തം അവൻ ആ മരത്തിൽ നിറങ്ങും. മരത്തിൽ ഇറങ്ങാൻ പറഞ്ഞ മരത്തിൽ എന്ത് ചെയ്യും? അനുസരണമില്ല. അനുസരണം അവൻ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്ന് ഒത്തിരി അകന്നു പോയിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ആത്മനിറവ് പ്രാപിക്കുമ്പോൾ എന്താ അടയാളമായി ഉണ്ടാകുന്നത്? അവരുടെ കുടുംബത്തിൽ സ്വന്തം പേരൻസിനെ അവർ അനുസരിക്കുമെന്നുള്ളതാണ് ആത്മനിറവിന്റെ വ്യക്തമായ ഒരടയാളം. അല്ലാതെ സ്വന്തം ദൈവസഭയിൽ വന്നിട്ട് എന്തെങ്കിലും കടവുണാം അതിന് പോവുകയല്ല. സ്വന്തം നിന്റെ മാതാവിനെയും നിന്റെ പിതാവിനെയും അവൻ കീഴടങ്ങി അനുസരിച്ചിരിപ്പാൻ സ്വർഗത്തെ ദൈവം കുഞ്ഞുങ്ങൾക്ക് കൃപ നൽകും. അതുകൊണ്ട് അനുസരണം കേട്ട പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, ഇവനെ ആത്മാവിനാലൊന്നും നിറച്ചാൽ ഇവന്റെ രീതിക്ക് വ്യത്യാസമുണ്ടാകും, ഇവന്റെ ഭാവത്തിന് വ്യത്യാസമുണ്ടാകും. ഇവൻ മാതാപിതാക്കളെ അനുസരിക്കുവാൻ തുടങ്ങും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ദീർഘവർഷങ്ങൾക്ക് മുൻപ് റാഞ്ചി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോയ സമയത്ത് നേഴ്സായ ഒരു മലയാളി സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഈ എന്റെ മകൻ വല്ലാതെ അനുസരണം കെട്ടവനാണ്. അവൻ മോഷണം പതിവാക്കിയിരിക്കുക. വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഞങ്ങൾ അറിയാതെ പണം മോഷ്ടിച്ചു കൊണ്ടുപോകും, വലിയ തുകകൾ കൊണ്ടുപോകും. ആ സമയത്ത് അവന് 8 വയസ്സ് മാത്രമാണ് പ്രായം. ചെറിയ ഒരു കുട്ടിയാണ്. അത് മാത്രമല്ല, വീട്ടിൽ സ്വന്തം വെച്ചിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങളൊക്കെ അവൻ ദേഷ്യം വന്നാൽ വലിച്ച് ഉടച്ച കടയിൽ സ്വന്തം ഐസ്ക്രീം വാങ്ങിക്കുവാൻ പോയാൽ ഐസ് പെട്ടിക്കകത്ത് അവൻ സ്വന്തം ഐസിലാണ് അറിയാതെ മണ്ണ് വാരിയിട്ട് അത് മുഴുവൻ അഴുക്കാക്കും. അങ്ങനെ അനുസരണം കേട്ട, ഗുരുത്വം കേട്ട ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കാനായി വന്നു. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നു മുതൽ നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്തിനു വേണ്ടിയാ? എന്റെ മകൻ ആത്മാവിൽ നിറയപ്പെടണം, എന്റെ മകൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം. ആ മാതാപിതാക്കൾ കണ്ണുനീരോടെ ദൈവസഭയോട് ചേർന്ന് ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവൻ ദൈവത്തിന്റെ മഹത്വം 12ാമത്തെ പ്രാർത്ഥനയുടെ ദിവസം അവൻ ഈ മകനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു. അവൻ ആത്മാവിൽ നിറയുവാൻ തുടങ്ങി. അവൻ എന്തു വേണ്ട അസ്വതമല്ലേ പറയട്ടെ, അവന്റെ ജീവിതത്തിൽ സമൂലമായ വ്യത്യാസമുണ്ടായി. അവൻ അനുസരണമുള്ള ഒരു കുഞ്ഞായി മാറി. അവൻ സ്വന്തം മാതാപിതാക്കൾ കീഴടങ്ങിയിരിക്കുന്ന ഒരു കുട്ടിയായി മാറി. ഇത് പകർക്കാർ എന്റെ പ്രിയരെ, ആത്മാവിൽ നാം നിറയപ്പെടുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ടാകും. നാം അനുസരണമുള്ള കുഞ്ഞായി, അവൻ അനുസരണമുള്ള കുട്ടികളായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകും. ദൈവത്തിന്റെ മഹത്വം. അവൻ ആത്മനിറവ് വരുമ്പോൾ നാം മറ്റുള്ളവരെ എന്ത് ചെയ്യും? ബഹുമാനിക്കും. അതവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നത്, ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ വരുന്ന ഒരുവനുണ്ട്. ആ ആത്മശക്തി അവന്റെ മേൽ വരുമ്പോൾ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും എന്ത് ചെയ്യും? നിരപ്പിക്കുമെന്ന വിശുദ്ധ തിരുവചനത്തിൽ വായിക്കുന്നത്. ആത്മാവ് വരുമ്പോൾ മക്കളെ അനുസരണമുള്ളവരാക്കി തീർക്കും. ആത്മാവ് വരുമ്പോൾ മക്കളെ സ്നേഹിക്കുവാൻ പിതാക്കന്മാരെയും ദൈവം കൃപകളാൽ
അതാ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. സക്കറിയാവിനെയും എലിസബത്തിനെയും കുറിച്ച് നമുക്കറിയാം. ഒരാത്മാ